ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പൈസി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് എൻ്റെ മുന്നോട്ട് പോകുന്നതിനുള്ള വിജയം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. ഞാൻ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 10-15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഞെട്ടെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതൊരു 10 ഉള്ളിയുണ്ട്, ചുവന്ന ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് നന്നായിട്ട് കളഞ്ഞെടുക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയുടെ തൊലി കളയുമ്പോൾ നന്നായിട്ട് കണ്ണെരിയും. അപ്പോൾ നമ്മൾ ഒരു തീപ്പെട്ടിയുടെ കൊള്ളി ചെവിയുടെ അവിടെ വെച്ചാൽ എന്താ പറയുക, കണ്ണെരിയുന്നത് കുറയുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അതേ ഉള്ളിയുടെ തൊലിയെല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കാരണം വറ്റൽമുളകിൽ നന്നായിട്ട് അഴുക്കുണ്ടാവും. അപ്പോൾ അത് ഞാൻ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറ്റൽമുളക് കഴുകിയെടുത്തത് കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നീങ്ങി നിന്നിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നല്ല ആ മുളകിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്ത് ഇതുപോലെ ചേഞ്ചായിട്ട് വരുന്നവരെ നമ്മളിത് വറുത്തെടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. ഇതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി ഇങ്ങനെ മുഴുവനായിട്ടിട്ട് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കട്ടെ അത് വഴന്ന് വരാനായിട്ട്. അപ്പം നമ്മളത് ചെറിയ പീസുകളായിട്ടിട്ടാണ് വഴറ്റുന്നതെങ്കിൽ നമുക്ക് വേഗം ഇത് വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ചുവന്ന മുളകും അതുപോലെ തന്നെ ചുവന്ന ഉള്ളിയും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിൽ തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ പ്ലേറ്റിലുള്ള വെളിച്ചെണ്ണ ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലേക്ക് വേറെ വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. പിന്നെ ഇത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന പുളിയാണ് കേട്ടോ. ഇതൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ അത്ര വേണ്ട, കുറച്ച് അളവ് കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ പുളി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല തരിതരിപ്പോട് കൂടി വേണം കേട്ടോ ചമ്മന്തി അരച്ചെടുക്കാൻ. നല്ല പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കരുത് കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് ഒറ്റ പ്ലേറ്റ് ചോറ് ഇരുന്നിരിപ്പിന് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ചമ്മന്തിയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക.